എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല സ്ഥാനത്ത് പൂജാമുറി ഉണ്ടാക്കി ഗൃഹത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാക്കി അതിനെ മാറ്റണം. പറ്റുമെങ്കിൽ മറ്റു മുറികളിൽ നിന്നെല്ലാം സ്വല്പം ഒന്ന് ഉയർത്തിയാൽ നന്നായിരിക്കും. മനുഷ്യ ശരീരത്തിലെ ശിരസിൻ്റെ സ്ഥാനം തന്നെയാണ് ഗൃഹശരീരത്തിലെ പൂജാമുറിക്കും. ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലും അതിൻ്റെ ചുറ്റുപാടുകളിലും ഈശ്വരീയ ചൈതന്യം നിലനിൽക്കുന്ന പ്രഭാവമേ കേന്ദ്രമാണ്. അതുപോലെ ഒരു ഗൃഹത്തിൽ മുഴുവൻ ഈശ്വരീയ ചൈതന്യം നിറക്കുന്നത് നമ്മുടെ പൂജാമുറിയാണ്. അതുകൊണ്ട് ആ പൂജാമുറിയെ അശുദ്ധമാക്കാതെ പരിപാവനമാക്കി സൂക്ഷിച്ചുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ നിലവിളക്ക് സന്ധ്യാനേരങ്ങളിൽ കൃത്യമായി കൊളുത്തുകയും അവരവരുടെ ഇഷ്ടദേവതയുടെയും കുലദേവതയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ വെച്ച് ദിനംപ്രതി അതിന് മുന്നിലിരുന്ന് നാമം ജപിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ ഗൃഹം ഐശ്വര്യവത്തായി തീരും എന്ന് പൂർവ്വ മനീഷികൾ തീർത്തു പറയുന്നു.